നമ്മളിന്ന് ഒന്ന് ജനറലായിട്ട് അറിയാൻ പോകുന്നത് നമ്മുടെ സൈക്യാട്രിക് മെഡിസിനുകളെ കുറിച്ചാണ്. അതായത് സൈക്യാട്രി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം എന്താണ് സൈക്യാട്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡിന് ചേഞ്ച് ഉണ്ടാവുക. അതായത് നമ്മളൊരു കാര്യത്തെ കാണുന്ന വീക്ഷണകോണുകൾ തെറ്റിപ്പോവുക. ഈ വീക്ഷണകോണുകൾ തെറ്റിപ്പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. അതായത് നമുക്ക് സാധാരണഗതിയിൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മാനിയ ഉണ്ടാകുമ്പോൾ, ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകുമ്പോൾ, ഇത് സാധാരണ ലെവലിൽ എക്സ്ട്രീം ലെവലില്ല ഒക്കെ ഉണ്ടാകുമ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂറോണുകൾക്കിടയിൽ സിനാപ്റ്റിക് ക്ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ചേരുന്നിടത്ത് സിനാപ്റ്റിക് ക്ലിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ സിനാപ്റ്റിക് ക്ലിഫ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിലൂടെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നത്. മനസ്സിലായോ? അപ്പം ഈ സിനാപ്റ്റിക് ക്ലിഫ്റ്റിൽ ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവനുസരിച്ചാണ് മനുഷ്യന് ബോഡിയിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, സന്തോഷവും സങ്കടവും ഒക്കെ. അപ്പം നമുക്ക് സൈക്യാട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഡിപ്രഷൻ. കാരണം എല്ലാവർക്കും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഡിപ്രഷൻ. അപ്പം ഈ ഡിപ്രഷൻ എന്ന സംഭവത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നമുക്കറിയാം, ഡിപ്രഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സെറോട്ടോണിൻ, 2 ഡോപ്പാമിൻ, 3 നോറെപ്പിനെഫ്രിൻ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു പേഷ്യൻറ്റിന് ആദ്യം കൊടുക്കുന്ന മെഡിസിനുകളിൽ ഒന്നാണ് SSRI. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ. അതായത് സിനാപ്റ്റിക് ക്ലിഫ്റ്റിൽ ഒരു സന്ദേശം വന്ന് സിനാപ്റ്റിക് ക്ലിഫ്റ്റിലേക്ക് സെറോട്ടോണിൻ റിലീസ് ആകും. സന്ദേശത്തിന്റെ കൂട്ടത്തിലാണ് ഈ സെറോട്ടോണിൻ വരുന്നത്. ഈ വരുന്ന സെറോട്ടോണിൻ ഇതുപോലെ തന്നെ തിരിച്ചു കയറി പോകും. മനസ്സിലായോ? അപ്പൊ തിരിച്ചു കയറി പോകാതെ സിനാപ്റ്റിക് ക്ലിഫ്റ്റിൽ ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിനാണ് SSRI, സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ. അതായത് റീ അപ്ടേക്ക് ചെയ്യുന്ന പരിപാടിനെ തടയുന്നു. അപ്പൊ എന്ത് ചെയ്യും? സെറോട്ടോണിന്റെ അളവ് പോസ്റ്റ് സിനാപ്റ്റിക് ക്ലിഫ്റ്റിൽ ഒരുപാട് കൂടും, തിരിച്ച് റീ അപ്ടേക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ മൂഡ് ഇംപ്രൂവ് ആവും, ഡിപ്രഷൻ ഉണ്ടാകുന്ന കാരണം ഇല്ലാതാവും. അടുത്ത സംഭവമാണ് ട്രൈസൈക്ലിക് ആസിഡ്, TCA എന്ന് പറയും. ഇതും ആന്റി ഡിപ്രസന്റ് ആണ്. ഇതെന്താ ചെയ്യുന്നത്? ഇത് സെറോട്ടോണിനെ മാത്രമല്ല നോറെപ്പിനെഫ്രിനെയും കൂടി ഈ പോസ്റ്റ് സിനാപ്റ്റിക് ക്ലിഫ്റ്റിൽ നിലനിർത്തും, റീ അപ്ടേക്ക് ചെയ്യത്തില്ല. മനസ്സിലായോ? ഇത് രണ്ടുമാണ്. പിന്നെ അടുത്ത സംഭവമാണ് മോണോ അമിനോ ഓക്സൈഡ് ഇൻഹിബിറ്റർ. MAOI. ഈ MAOI എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കിയല്ലോ, സെറോട്ടോണിൻ, ഡോപ്പാമിൻ, നോറെപ്പിനെഫ്രിൻ, ഈ 3 സംഭവവും നമ്മുടെ ബോഡിയിൽ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണുകളിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പോസ്റ്റ് സിനാപ്റ്റിക് വന്ന് കെട്ടിക്കിടക്കാറുണ്ട്. ഇതിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് മോണോ അമിനോ ഓക്സൈഡ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഒരു ബോഡി ഉണ്ടാക്കുന്ന ഒരു എൻസൈമാണ്. ഈ സിനാപ്റ്റിക് ക്ലിഫ്റ്റിൽ കെട്ടിക്കിടക്കുന്ന ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയും.
അതായത് അതിനെ മെറ്റാബോളൈസ് ചെയ്യുന്ന അല്ലെ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഹോർമോണാണ് ബോഡി ഉണ്ടാക്കുന്ന എൻസൈമാണ് മോണോ അമിനോ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഈ മോണോ അമിനോ ഓക്സൈഡ് ഇൻഹിബിറ്റ് ചെയ്യും. ഇതിനെ അങ്ങ് തടയുമ്പോൾ എന്ത് ചെയ്യും? സെറോട്ടോണിൻ, ഡോപാമിൻ, നോറെപ്പിനെഫ്രിനും ഡൈലൂട്ട് ചെയ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ അതിനെ ഇതാക്കത്തില്ല, ന്യൂട്രലൈസ് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ അളവ് പോസ്റ്റ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെ ഡിപ്രഷനെ കൺട്രോൾ ചെയ്യും. ഇതാണ് ഡിപ്രഷൻ കൺട്രോളിങ് മെക്കാനിസം. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് സ്കിസോഫീനിയയാണ്. സ്കിസോഫീനിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒരു ആന്റി സൈക്കോട്ടിക് ഡ്രഗ് ആണ് ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇതൊരു സൈക്യാട്രിയുടെ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു ഡിസീസാണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് ഡെലൂഷൻ, ഹാലുസിനേഷൻ, അഗ്രസീവ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. ഡെലൂഷൻ എന്ന് പറയുന്നത് എന്താ? ഫാൾസ് ബിലീഫ്സ് ആണ്. ഇലൂഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഡെലൂഷൻ ഫാൾസ് ബിലീഫ്സ് ആണ്. ഒരു തെറ്റായ കാര്യം നമ്മൾ ചിന്തിക്കുക. എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്കൊരു മാരക രോഗമുണ്ട്. ശരിക്കും രോഗമില്ല, പക്ഷെ എൻ്റെ വിശ്വാസമാണ് എനിക്കൊരു രോഗമുണ്ടെന്ന്. എനിക്കത് മാറ്റാൻ പറ്റത്തില്ല. ഈ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിലെ വിശ്വാസമാണ് എനിക്കൊരു രോഗമുണ്ട്, ഞാൻ ചത്തുപോകും. അല്ലെങ്കിൽ എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്. അങ്ങനെ ഒരാളില്ല, പക്ഷെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് തോന്നുക. അതിനാണ് ഫോൾസ് ബിലീഫ്സിനാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഹാലുസിനേഷൻ എന്ന് പറയുന്നു ചുമ്മാ കേൾക്കുക, എന്തോ ഒരു സൗണ്ട് എന്നോട് ആരും സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാൾ സംസാരിക്കുന്നില്ല, ഒരു സ്റ്റിമുലയും ഇല്ല, പക്ഷെ പുള്ളിക്ക് ഫീൽ ചെയ്യുക എൻ്റെ കൈക്ക് വേദനയുണ്ട്. ശരിക്കും അങ്ങനെ ഒരു വേദനയില്ല. അല്ലെങ്കിൽ എന്നെ ആരോ ടച്ച് ചെയ്തു, ആരും ടച്ച് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റിമുല പോലും ഇല്ല, പക്ഷെ പുള്ളിക്ക് തോന്നുക ആരോ എന്നെ ടച്ച് ചെയ്തു. അല്ലെങ്കിൽ ഈ ഫുഡിന് എന്തോ ഒരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ട്, ഒരു പോയിസന്റെ മണമുണ്ട്. ശരിക്കും അങ്ങനെ ഇല്ല. വേറൊരാൾ കഴിച്ചാൽ അയാൾക്കൊന്നും തോന്നുന്നില്ല, പക്ഷെ ഇയാൾക്ക് അങ്ങനെ തെറ്റായ തോന്നുവാണ് എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു കെമിക്കലിന്റെ മണം വരുന്നുണ്ട്, ഇവിടെ എന്തോ വിഷം അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. സ്റ്റിമുല പോലും ഇല്ലാതെ അയാൾക്ക് തോന്നുന്ന തെറ്റായ കാഴ്ചപ്പാടാണ് ഹാലുസിനേഷൻ എന്ന് പറയുന്നത്. ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ടച്ച് ചെയ്തു, പക്ഷെ എന്നെ ടച്ച് ചെയ്തത് ഒരു സ്റ്റിമുലയുണ്ട്, പക്ഷെ ടച്ച് ചെയ്തയാൾ എന്നെ കൊല്ലാനാണ് ശ്രമിച്ചത്, മനസ്സിലായോ? അല്ല, എന്നെ ഒരാൾ ഇടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇടിച്ചത്. അവിടെ സ്റ്റിമുലയുണ്ട്, പക്ഷെ ആ സ്റ്റിമുലനെ പുള്ളി പെർസീവ് ചെയ്യുന്നത് തെറ്റായിട്ടാണ്, മനസ്സിലായോ? ഫോൾസ് പെർസെപ്ഷൻ എന്നാണ് പറയുന്നത് ഇല്യൂഷൻ. അവിടെ സ്റ്റിമുലയ്ക്ക് കാരണമായ ഒരു സാധനമുണ്ട്, ഓഡിറ്ററി ഹാലുസിനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇല്യൂഷൻ, പുള്ളിക്ക് എന്തോ ശബ്ദം കേട്ടു, പക്ഷെ പുള്ളി കേട്ടപ്പോൾ പുള്ളിക്ക് തോന്നിയത് പുള്ളിനെ ആരോ എന്തോ ഒരു ശബ്ദം കേട്ടു, ഒരു സ്റ്റിമുല എങ്ങനെ ഉണ്ടായി, പക്ഷെ പുള്ളിക്ക് തോന്നുന്നത് അത് പുള്ളിനെ ആരോ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തരുന്ന സന്ദേശമാണ്. അങ്ങനെ ഉള്ള സ്റ്റിമുലനെ തെറ്റായി കാണുന്നതാണ് ഇല്യൂഷൻ. പിന്നെ അഗ്രസീവ്നെസ്, എല്ലാവരെയും അടിച്ച് നശിപ്പിക്കാനും തല്ലിക്കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്ന രീതി, പ്രാകൃതമായ ഭയങ്കരമായ ദേഷ്യമരിശമുള്ളയാൾ. ഇങ്ങനെ മാറി മാറി പേഷ്യൻറ്റിൻ്റെ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇതിലൊരു 3-4 എണ്ണം തുടർച്ചയായിട്ട് 2-3 മാസത്തേന് അല്ലെങ്കിൽ ഒരു 2 മാസത്തേനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് സ്കിസോഫ്രീനിയ എന്ന കണ്ടീഷനായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതാണ് സൈക്കാട്രിയിൽ ഇച്ചിരി പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ഒരു ഡിസീസ്. പിന്നെ ഒന്നാണ് ബൈപോളാർ ഡിസീസ്. ബൈപോളാർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിസോഫീനിയക്കുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ആൻഡ് അറ്റിപ്പിക്കൽ മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്.
ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് അല്ലെങ്കിൽ അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്. ഈ മെഡിസിനുകളാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത സംഭവമാണ് ബൈപോളാർ ഡിസീസ്. ബൈപോളാർ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനിയ, ഹൈപ്പോമാനിയ, ഡിപ്രഷൻ. ഇത് മൂന്നും എങ്ങനെ വേണേലും വരാം. ചിലപ്പോൾ പേഷ്യൻ്റ് ഭയങ്കര സന്തോഷവും ഭയങ്കര എനർജറ്റിക്കുമാണ്. കുറച്ച് കഴിയുമ്പം പേഷ്യൻറ്റിന് മൂഡ് ചെറുതായിട്ട് ഒന്ന് താഴും, അത്രയും ഹാപ്പിനെസ്സും സന്തോഷവും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ പേഷ്യൻ്റ് ഫുള്ളി ഡിപ്രസ്ഡാണ്. വ്യത്യാസമുണ്ടോ? മൂഡുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മൂഡ് ഡിസോർഡറാണ് ബൈപോളാർ ഡിസോർഡർ. മൂഡ് എപ്പോൾ വേണേലും എങ്ങനെ വേണേലും മാറാം. സൈക്കാട്രിയിൽ ഒരു പ്രശ്നമുള്ള സംഭവമാണ് ഇത്. ഇനി ഇതിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാനിയയാണ് പേഷ്യന്റ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്തും ലിഥിയം എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കും. ഇനി പേഷ്യന്റ് ഡിപ്രഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ആന്റി ഡിപ്രസന്റ് കൊടുക്കും. പക്ഷെ നമുക്ക് ഡിപ്രസന്റ് കൺട്രോൾ ആകുന്നില്ലെങ്കിൽ നമ്മൾ ലിഥിയം തന്നെ കൊടുക്കും. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം ലിഥിയമാണ് അതിന്റെ കാരണം. ഡിപ്രഷനും ഏത് മൂഡിനും കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ലിഥിയം. അപ്പൊ ലിഥിയം കൊടുത്താണ് ഈ ബൈപോളാർ ഡിസീസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ സ്കിസോഫ്രീനിയയില് ടിപ്പിക്കൽ എന്ന് പറയുന്ന ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സുകൾ നമ്മൾ കൊടുക്കുന്നത് കൂടുതലായിട്ട് പോസിറ്റീവ് സിംറ്റംസിനാണ്. പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യന്റിന്റെ നോർമലായിട്ട് ഒരു ലൈൻ വെച്ച് നോർമൽ പേഴ്സണാലിറ്റി. ഇവിടെ സാധാരണ ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ ഇടപെട്ടും ബന്ധപ്പെട്ടും പോകുന്ന ആളാണ്. പുള്ളിക്ക് പോസിറ്റീവ് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഈ സാധാരണ നോർമൽ സ്ഥിതിയിൽ നിന്ന് പുള്ളിക്ക് കൂടുതലായിട്ട് തോന്നുന്ന പ്രശ്നങ്ങൾ, അതായത് ഡെല്യൂഷൻ, ഹാലുസിനേഷൻ, അഗ്രഷൻ, ഇതെല്ലാം പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ് സിംറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടിപ്പിക്കൽ കൂടുതലും പോസിറ്റീവ് സിംറ്റംസിനാണ് കൊടുക്കുന്നത്. അറ്റിപ്പിക്കലാണ് പോസിറ്റീവിനും നെഗറ്റീവിനും കൊടുക്കുന്നത്. മനസ്സിലായി? നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് സാധാരണ ഉള്ളതുപോലെ, അതായത് ഈ നോർമൽ ആയിട്ട് പോകുമ്പോൾ പുള്ളി ആസ്വദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ഡിപ്രഷൻ. പിന്നെ വിഡ്രോവൽ സിൻഡ്രോം, ആൻസൈറ്റി, ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് പുള്ളി നെഗറ്റീവായി പോവുക, പുള്ളി ഒളിച്ചോടുക. നോർമലായിട്ട് പുള്ളിക്ക് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇതാണ് നെഗറ്റീവ്. ഇതാണ് പൊതുവെ സൈക്കാട്രിയിൽ നമ്മൾ എടുക്കുന്ന സംഭവം. പിന്നെ അടുത്തൊരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ പ്രോബ്ലംസാണ്. അതിന് നമുക്ക് ട്രീറ്റ്മെന്റ് മെഡിസിനുകളെക്കാൾ കൂടുതലായിട്ട് കാണാം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, അഗ്രസീവ് ഡിസോർഡർ, അങ്ങനെയുള്ള അത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുമായിട്ട് ബന്ധമുള്ളതല്ല. അത് ആ വ്യക്തിയുടെ ചൈൽഡ് അബ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ ലഭിച്ച സ്നേഹം അല്ലെങ്കിൽ കൂടുതൽ ലാളന, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഫലമായിട്ട്, അല്ലെങ്കിൽ അന്ന് കണ്ട കാഴ്ചകൾ, ചിന്തിച്ച രീതികൾ, വായിച്ച പുസ്തകങ്ങൾ, ഇതിൽ നിന്നൊക്കെ വ്യക്തി അടുത്തിട്ടുള്ള മോഡൽ ഓഫ് ബിഹേവിയറാണ്. അതിപ്പം ഒരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയാണെങ്കിൽ ആ കുഞ്ഞിനെ സംബന്ധിച്ച് അടിക്കുക എന്നുള്ളതാണ്, എന്ത് പ്രശ്നത്തിനും അടി കൊടുക്കുക എന്നുള്ളതാണ് കൊച്ചു സെറ്റ് ചെയ്തേക്കുന്ന മൈൻഡ് സെറ്റ്. മനസ്സിലായി? ആ കൊച്ചടി, അതിനെന്താ പ്രശ്നം? അതിന് ബിഹേവിയറൽ തെറാപ്പിയാണ് കൊടുക്കണ്ടേ. അത് കൊച്ചു തെറ്റായ ബോധ്യങ്ങൾ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് തെറ്റായി കയറിയത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത പേഴ്സണാലിറ്റിയിൽ നിന്ന് വരുന്ന വൈകൃതം നിറഞ്ഞ വ്യക്തിത്വമാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ചാടി അടിക്കണമെന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ട, അതിനു മുമ്പ് പഠിച്ചിരിക്കും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി,
ആരെയും പരിഗണിക്കാത്ത, ഞാനാണ് എല്ലാത്തിൻ്റെയും ആള് എന്ന് പറഞ്ഞ് നടക്കുന്ന രീതി. അങ്ങനെയുള്ള രീതിയൊക്കെ ഉണ്ടാകുന്നത് ബിഹേവിയറൽ പ്രശ്നമാണ്. തെറ്റായ സ്വഭാവം ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് തിരുത്തേണ്ട സമയത്ത് തിരുത്തൽ കിട്ടാത്തതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ കിട്ടിയ തിരുത്തൽ ക്രൂരതയുടെ തിരുത്തലായിരുന്നു. അതുകൊണ്ട് ക്രൂരമായ ഇടപെടലുകളാണ് ജീവിതത്തിൽ വേണ്ടതെന്ന് വിശ്വസിക്കുന്ന രീതി. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ബിഹേവിയറൽ തെറാപ്പിയാണ്. അതായത് നല്ലൊരു രീതിയിലേക്ക് പറഞ്ഞ് 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 ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി എടുക്കുന്ന രീതിയാണ് ഈ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇത്രയാണ് സൈക്കാട്രിയിൽ പൊതുവെ കണ്ടുവരുന്ന ഡിസീസ്. ഓക്കെ, താങ്ക് യു.